ഹായ് ഡിയേഴ്സ്, നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇടൽ ഒരു പണി തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഞാൻ എന്താ ഇതേ രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു പാകത്തിൽ പേസ്റ്റാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കിതാ ഇതേ രീതിയിലൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെയാണ് കേട്ടോ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മിക്സിയുടെ ജാറും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണേ, വെള്ളമൊന്നും ഉണ്ടാകാതെ. അപ്പോൾ ഇതാ ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ അവിടെ ആയിട്ട് ഇത്തിരി വലിയ പീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേസ്റ്റ് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ കാര്യങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മളിതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ബാലൻസുള്ള തൊലികളൊക്കെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ചെടിക്കിടാൻ കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇതാ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൊലിയൊക്കെ നമ്മൾ ചെടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂ തരും കേട്ടോ. റോസിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പച്ചക്കറി വേസ്റ്റും ഇതേപോലെ ചെടിയുടേതായാലും അതുപോലെ നമ്മുടെ പച്ചക്കറി നടുന്നതിൻ്റെയൊക്കെ ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അടുക്കളയിലൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാറ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കേടുകൂടാതെ ഒത്തിരി നാൾ ഫ്രിഡ്ജിൽ തന്നെ നിൽക്കുവേ. പച്ചക്കറി ഇതേപോലെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഓരോ കണ്ടെയ്നറിലായിട്ട് എടുത്ത് വെക്കാറാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നിട്ടുള്ള ചിക്കൻ ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സവാള, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തെടുക്കാത്ത മല്ലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ.
ഇപ്പം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് 2 വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ അധികം തിളച്ചിട്ട് കുറുകൊന്നും വേണ്ട. ഇനിതാ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ്. തുടക്കക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്